الحمد لله الأحد الجبار والصمد الغفار، وأشهد أن لا إله إلا الله الواحد القهار، وأشهد أن محمدا عبده ورسوله النبي المختار. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله، وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وإذ يمكر بك الذين كفروا ليثبتوك أو يقتلوك أو يخرجوك ويمكرون ويمكر الله والله خير الماكرين. പ്രിയ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ ഇതര മേഖലകളിൽ പാലിച്ചുകൊണ്ട് ജീവിതം മുന്നോട്ട് നയിക്കണമേ എന്ന് ആദ്യമായി എന്നോടെന്ന പോലെ നിങ്ങളോടും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ഹിജറ വർഷപ്രകാരം പുതിയ ഒരു വർഷത്തിലാണ് നമ്മളുള്ളത്. ഹിജറ 1447 നിന്ന് 48 നമ്മൾ മാറിയിരിക്കുകയാണ്. പുതിയ ഒരു വർഷത്തിന്റെ കലണ്ടർ മറിയുമ്പോൾ അതിന്റെ ഒന്നാമത്തെ മാസമായ മുഹറം സംബന്ധിച്ചും ചരിത്ര പശ്ചാത്തലങ്ങളെ സംബന്ധിച്ചും നാം അറിയേണ്ട കുറച്ചു കാര്യങ്ങൾ മാത്രമാണ് ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താനുള്ളത്. ഒരു വർഷം അറിയുമ്പോൾ നമ്മുടെ മനസ്സിലൂടെ കടന്നു വരേണ്ടുന്ന ചിന്ത ആയുസ്സിന്റെ ഒരേട് മറിഞ്ഞുപോയി എന്നുള്ളതാണ്. ഖബറിലേക്ക് നമ്മൾ വല്ലാതെ അടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. ഇത് ഓർമ്മപ്പെടുത്താതെ കടന്നു പോകുന്നൊരു സാഹചര്യങ്ങൾ ഉണ്ടാവാൻ പാടില്ല. ഓരോ വയസ്സ് കഴിയുമ്പോഴും, ഓരോ വർഷം അറിയുമ്പോഴും, ഓരോ ദിവസം അറിയുമ്പോഴും ഒരു ക്ലോക്കിന്റെ സെക്കൻഡ് സൂചി ചലിച്ചുകൊണ്ടിരിക്കുമ്പോൾ വരെ അത് ആയുസ്സിൽ നിന്ന് കടന്നുപോയിക്കൊണ്ടിരിക്കാൻ, കഴിഞ്ഞുപോയതൊന്നിനെയും തിരിച്ചു പിടിക്കാനും കഴിഞ്ഞിട്ടില്ല. ജീവിച്ചു തീർത്തതാണ് ജീവിക്കാനുള്ളതിനേക്കാൾ കൂടുതൽ എന്ന സത്യവും നമ്മൾ ഓർമ്മപ്പെടുത്തേണ്ടതുണ്ട്. പ്രിയമുള്ളവരെ, ഈ ഒരു സന്ദർഭത്തിൽ നമ്മൾ ഓർക്കേണ്ടത്, എന്തുകൊണ്ട് എൻ്റെ പരലോകത്തിലേക്ക് ധൃതിപ്പെടാൻ എനിക്ക് കഴിയുമോ ആ കാര്യങ്ങളിൽ ഒരു ശ്രദ്ധ നമ്മളുടെ ഭാഗത്തുനിന്നുണ്ടാവണം. ഏതെങ്കിലും അപാകതകളും വീഴ്ചകളും നമ്മളിലുണ്ടെങ്കിൽ കൃത്യമായൊരു തൗബയുണ്ടാവണം. ആത്മാർത്ഥമായ സത്യസന്ധമായ തൗബത്ത് സ്വാദിഖ്, സത്യസന്ധമായ ഒരു പശ്ചാത്താപങ്ങൾ ഉണ്ടാവാൻ, ആ തിന്മകളെ ജീവിതങ്ങളിൽ നിന്ന് മായ്ച്ചു കളയാൻ. രണ്ടാമത്തെ ഒരു വിഷയം, നമ്മളൊരു പുനർവിചിന്തനത്തിലേക്ക് നമ്മൾ കടന്നു വരണം. ഇതുവരെ എന്ത് ചെയ്യാൻ എൻ്റെ കഴിഞ്ഞുപോയ വർഷത്തിലെ ദിവസങ്ങളെ കൊണ്ട്, ആയുസ്സിനെ കൊണ്ട് സാധ്യമായിട്ടുണ്ട്? എൻ്റെ ഫർളുകൾ കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടുണ്ടോ? ജീവിതത്തിലൂടെ ചെയ്തു തീർക്കേണ്ടുന്ന കടമകളെ നിർവഹിക്കാൻ എന്നെ കൊണ്ട് സാധ്യമായിട്ടുണ്ടോ?
പലപ്പോഴും ഒരുപാട് ആളുകൾ ഹജ്ജിന്റെ കർമ്മങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മുടെ നാട്ടിലേക്ക് തിരിച്ചു വന്നപ്പോ എന്നിലും നിർബന്ധമായ ഉത്തരവാദിത്വമായ ഹജ്ജിനെ നിർവഹിക്കാൻ സാധ്യമായിട്ടും ഞാനതിന് ശ്രമിക്കാതെ കടന്നുപോയോ? ഓരോ വിഷയങ്ങളിലുമുള്ള ചിന്തകൾ നമ്മളിലൂടെ കടന്നു വരണം. അബദ്ധങ്ങളും കുറവുകളും ഉണ്ടെങ്കിൽ ഒരു തിരുത്താനുള്ളൊരു മനസ്സ് നമ്മളിൽ ഉണ്ടാവണം. നമ്മളൊക്കെ മനസ്സിനെ അടക്കി ഭരിക്കുന്ന തെറ്റായ ഒരു ധാരണയുണ്ട്. ഇനിയും എൻ്റെ ജീവിതത്തിൽ ഒരുപാട് സമയമുണ്ട് എന്നുള്ളത്, ഒരുപാട് സമയം ഇനിയും ഞാൻ കാത്തിരിക്കുന്നുണ്ട് എന്നുള്ളത്. പ്രിയമുള്ളവർ, ആർക്കും അറിയില്ല. ചെറിയ ചെറിയ ഒരു നൈമിഷികമായ സമയങ്ങളിലാണ് ആയുസ്സുകൾ പൊഴിഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. പക്ഷെ എല്ലാ മനുഷ്യരും അവന്റെ ആയുസ്സിൽ ഒരിക്കലും വിചിന്തനം നടത്താതെ മരണത്തിന്റെ വക്കിൽ മാത്രം പറയുന്ന ഒരു വാക്കുണ്ട്, റബ്ബി ലൗല അഖർതനി ഇലാ അജലിൻ ഖരീബ്. ഒരല്പസമയം എനിക്കൊന്ന് തരോ, ഞാൻ നന്നായിക്കോളാം, ഞാൻ വിശ്വാസിയായിക്കോളാം, ഞാൻ ദൃഢമായ വിശ്വാസിയായിക്കോളാം. മരണത്തിന്റെ സമയം മുതൽ തുടങ്ങി അവന്റെ ഹിസാബിന്റെ വേളകളിലൂടെ കടന്നു വന്ന് ചങ്ങലകളാൽ മുഖം കുത്തി വലിച്ച് നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുന്ന അവസാന നിമിഷങ്ങളിലും മനുഷ്യൻ പറയുന്നുണ്ട്. അതുകൊണ്ട് അതിനൊരു ഇടം കൊടുക്കാതെ ആലോചിക്കണം, റബ്ബേ എന്റെ ആയുസ്സുകൾ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് എന്ന ബോധ്യം നമ്മളിലൂടെ കടന്നു വരണം. മൂന്നാമതായി നമ്മൾ ആലോചിക്കേണ്ടത്, അന്ന് പടച്ചവന്റെ കോടതിയിൽ എന്റെ ഹിസാബ് നടക്കാനുണ്ട്. വൽ വസന യൗമഇദിനിൽ ഹഖ്. അന്നേ ദിവസം മീസാൻ എന്ന് പറഞ്ഞാൽ അത് സത്യമാണ്. അവിടെ ആരുടെ മീസാന് കനം കൂടിയോ അവിടെയാണ് എനിക്ക് വിജയം വരിക്കാനുള്ളൂ. എന്റെ നന്മയുടെ മീസാനിലൂടെ കനം കൂടാനുള്ള പ്രവർത്തികളാണോ? ഹാസിബു അൻഫുസകും ഖബല അൻ തുഹാസബു. നാളെ അള്ളാഹുവിന്റെ കോടതിയിൽ നിങ്ങൾ വിചാരണ ചെയ്യപ്പെടുന്നതിന് മുമ്പ് സ്വന്തമായിട്ടൊരു വിചാരണയുണ്ടാകണം. അതുകൊണ്ട് ഒരു പുതിയ ഹിജ്റ വർഷത്തിലേക്ക് മാറുമ്പോ നോക്കി, കഴിഞ്ഞ വർഷങ്ങളിലൂടെ നമ്മളിലുണ്ടായിരുന്ന എത്ര ആളുകളാണ് ഇപ്പൊ നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോയത്? ഈ പള്ളിയുടെ അകത്തളങ്ങളിലേക്ക് മാത്രമൊന്ന് കണ്ണോടിച്ചു കഴിഞ്ഞാൽ എത്ര ആളുകളാണ് പ്രിയമുള്ളവരെ കഴിഞ്ഞ വർഷങ്ങളിൽ നിന്ന് ഖബർസ്ഥാനിലൂടെ കഴിയുന്നവരെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് മഗ്ഫിറത്തും റഹ്മത്തും അല്ലാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. 2 ആഴ്ച മുമ്പ് പള്ളിയിലേക്ക് കടന്നു വന്നിരുന്ന ആളുകളാണ് ഇന്ന് ബോധം പോലും ഇല്ലാതെ കോമ സ്റ്റേജുകളിലൂടെ കഴിയുന്ന സാഹചര്യങ്ങളിൽ ഒന്ന് പ്രാർത്ഥിക്കണേ എന്ന് നമ്മളോട് അവരുടെ കുടുംബം വിളിച്ച് ഓർമ്മപ്പെടുത്തുമാറ് അത്രയുള്ള പ്രിയമുള്ളവരെ. അതുകൊണ്ടൊരു മനസ്സുകളിലൂടെ ഒരു പുനർവിചിന്തനങ്ങളെ കൊണ്ടുവരാൻ നമ്മൾ തയ്യാറാവേണ്ടതുണ്ട്. എന്താണ് ഇനി ഹിജ്റ വർഷത്തിന്റെ പ്രത്യേകത? മുഹറവുമായി ബന്ധപ്പെട്ട് നാം മനസ്സിലാക്കാനുള്ളത്, അള്ളാഹുവിന്റെ മാസങ്ങളെ പറ്റി വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. ഇന്ന ഇദ്ദത ശുഹൂരി ഇൻദല്ലാഹി 12 ശഹ്റ. 9-ാമത്തെയും സൂറത്തുൽ തൗബ 36-ാമത്തെ ആയത്താണ്. അള്ളാഹുവിന്റെ അടുക്കൽ മാസങ്ങൾ എന്ന് പറഞ്ഞാൽ അത് 12 എണ്ണമാണ് എന്ന് അള്ളാഹു പറയുമ്പോ അത് ആകാശഭൂമികളുടെ സൃഷ്ടിപ്പുമായി ബന്ധപ്പെട്ട് അള്ളാഹു തീരുമാനിച്ചതാണെങ്കിൽ അവിടെ ഖുർആൻ പറഞ്ഞ ശ്രദ്ധേയമായ ഒരു പോയിന്റ് ഉണ്ട്. ഫീഹാ അർബഅത്തുൻ ഹുറും. അതിൽ 4 നിങ്ങൾക്ക് പവിത്രമായ മാസങ്ങളാണ് എന്നാൽ ആ 4 പവിത്രമായ മാസങ്ങളെ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏതാണെന്ന് നമ്മളോട് ഓർമ്മപ്പെടുത്തി തരുന്നുണ്ട്. അവിടെ പറഞ്ഞു ദുൽഖഅദാണ്, ദുൽഹിജ്ജയാണ്, അത് മുഹറമാണ്. 3 മാസങ്ങളെ തുടർച്ചയായി പറഞ്ഞിട്ട് വീണ്ടും പ്രവാചകൻ പറഞ്ഞു മറ്റൊരു മാസം റജബാണ്. ഈ 4 മാസങ്ങൾ നിങ്ങൾക്ക് പവിത്രമായ മാസമാണ് എന്ന് അല്ലാഹുവിന്റെ ഖുർആൻ പവിത്രം എന്ന് ഓർമ്മപ്പെടുത്തിയ ഒരു മാസത്തിലാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അള്ളാഹു അവനിലേക്ക് ചേർത്തി പറഞ്ഞൊരു മാസം കൂടെയാണ് ഷഹ്റുല്ലാഹിൽ മുഹറം. അള്ളാഹുവിന്റെ മാസമാണ് മുഹറം എന്ന് പറയുന്ന മാസമെന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വഹീന്റെ അടിസ്ഥാനങ്ങളിലൂടെ സംസാരിക്കുന്നതായി അവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇനി ഉലമാക്കൾ വീണ്ടും ചർച്ച ചെയ്തു, ഈ 4 പവിത്രമായ മാസങ്ങളിൽ ഏതിനാണ് കൂടുതൽ പവിത്രത എന്നുള്ളിടത്ത് പല ഉലമാക്കളും അവിടെ പറഞ്ഞത് ആ പവിത്രത എന്ന പേരുകൊണ്ട് ധന്യമായ മുഹറം എന്ന് പറയുന്ന മാസം തന്നെയാണ് അതിലെ ഏറ്റവും പവിത്രമായ മാസം എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ മാസത്തിനോടുള്ള കടമ വിശുദ്ധ ഖുർആൻ തന്നെ പറയാണ്, ഫലാ തദ്ലിമു ഫീഹിന്ന അൻഫുസകും. ആ മാസങ്ങളിൽ നിങ്ങളുടെ ശരീരത്തോട് നിങ്ങൾ അക്രമങ്ങൾ പ്രവർത്തിക്കല്ലേ. നിങ്ങളുടെ ശരീരങ്ങളോട് നിങ്ങൾ അക്രമം ചെയ്യാൻ പാടില്ല എന്ന്. എന്തങ്ങനെ പറഞ്ഞാൽ ഒരു അക്രമങ്ങളും ചെയ്യാൻ പാടില്ല. നമ്മളുടെ ശരീരത്തോട് ചെയ്യുന്ന അക്രമങ്ങൾ എന്ന് പറഞ്ഞാൽ അള്ളാഹു ചെയ്യരുത് എന്ന് പറഞ്ഞൊരു കാര്യം നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ
അത് സ്വന്തം ശരീരത്തോട് ചെയ്യുന്ന അക്രമമാണ്. ആ അളവിൽ ഉൾപ്പെടെ ഒരു അക്രമങ്ങളും നിങ്ങളുടെ ഭാഗത്തുനിന്ന് കടന്നു വരാൻ പാടില്ല എന്നുള്ളതാണ്. അതെന്താ ഈ 4 മാസങ്ങളിൽ എന്ന് പറയാനുള്ള കാരണം? മഹാനായ അല്ലമ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി തഫ്സീറുൽ ഖുർആനിൽ അദീമിലൂടെ പറഞ്ഞു, ഐ ഫീ ഹാദൽ അശ്ഹുരിൽ മുഹറമ, ഈ പവിത്രമായ മാസങ്ങൾ, ലിഅന്നഹു ആഖദ വഅബ്റഅ ഫിൽ ഇസ്മി മിൻ ഗൈരിഹാ, മറ്റുള്ള മാസങ്ങളെക്കാൾ പാപത്തിന്റെ കാര്യത്തിൽ, അതിന്റെ ശിക്ഷ ലഭിക്കുന്ന കാര്യത്തിൽ അത് അങ്ങേയറ്റമാണ്, അതിന്റെ ഇരട്ടിയാണ്, ശക്തമാണ്. അതുകൊണ്ടാണ് ഈ 4 മാസം, 12 മാസങ്ങളും തെറ്റ് ചെയ്യാൻ പാടില്ല. പക്ഷെ ഈ 4നെ എടുത്തു പറയാനുള്ള കാരണം മറ്റുള്ള മാസങ്ങളെക്കാൾ കടുപ്പമാണ്, ശിക്ഷ കൂടുതലാണ് ഈ മാസങ്ങളിലൂടെ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് എന്നുള്ളതാണ്. മഹാനായ റഈസുൽ മുഫസ്സിരീൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ ഈ ആയത്തുമായി ബന്ധപ്പെട്ട് പറയുന്നത് കാണാം, ഫീ കുല്ലിഹിന്ന, ആ 12 മാസങ്ങളിലും നിങ്ങൾ തിന്മകൾ ചെയ്യാൻ പാടില്ല. 12 മാസം നിങ്ങൾ അക്രമം ചെയ്യാൻ പാടില്ല. പിന്നെ എന്താണ് അർബഅത്തുൻ ഹുറും എന്ന് പറഞ്ഞാൽ? ഈ 4 മാസം നിങ്ങൾ ചെയ്യുന്ന തിന്മകൾക്ക് ഇരട്ടിയാണ് ശിക്ഷ എന്ന് മാത്രമല്ല, വൽ അമലു സ്വാലിഹു ഫീഹാ അജ്റുൻ അളീം, ഈ 4 മാസം നിങ്ങൾ ചെയ്യുന്ന പുണ്യങ്ങളാവട്ടെ അതിനതുപോലെ മഹത്തമായ പ്രതിഫലവുമുണ്ട് എന്നാൽ. ഈ 2 പോയിന്റ് നമ്മൾ മനസ്സിലാക്കണ്ടേ. ഒന്ന്, ഈ 4 മാസം മുഹറം ഉൾപ്പെടെയുള്ള 4 മാസങ്ങളിലെ പാപങ്ങൾക്ക് ഇരട്ടിയായി ശിക്ഷയുണ്ടെങ്കിൽ ഈ 4 മാസങ്ങളിലെ നന്മകൾക്ക് ഇരട്ടിയായി നന്മയുമുണ്ട് എന്നുകൂടെ പഠിപ്പിക്കപ്പെടുകയാണ്. അതുകൊണ്ട് ഈ പവിത്രമായ മാസങ്ങൾ അതിന്റെ ചൈതന്യത്തോടുകൂടെ അതിനെ കാണാൻ നമ്മൾ തയ്യാറാവേണ്ടതുണ്ട്. ഇനി അതിന്റെ ചരിത്ര പശ്ചാത്തലങ്ങളാണ്. അതിലെ ഈ ഹിജ്റ വർഷത്തിന്റെ ആദ്യത്തെ മാസമായി മുഹറമിനെ പരിഗണിക്കാനുള്ള കാരണം എന്താണെന്നറിയോ? നമ്മളിതൊക്കെ ചർച്ച ചെയ്യുമ്പോഴും അല്ല പവിത്രം എന്ന് പറഞ്ഞു, നല്ല മാസം എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഇന്ന് ചില ആളുകൾക്കൊക്കെ ഇത് ദുഷ്യഗുണത്തിന്റെ മാസാണ്. മുഹറം 10 അങ്ങട് കഴിഞ്ഞോട്ടെ എന്നാണ് വിവാഹത്തിന്റെ കാര്യത്തിൽ, അതുപോലെ തന്നെ ഒരു വീട് താമസമാവണ കാര്യത്തിൽ, ഗൾഫിലേക്ക് യാത്ര പോണ കാര്യത്തിൽ ഒക്കെ നെഹ്സായി, ദുഷ്യഗുണമായി ഈ ദിവസത്തിന് കാണുന്ന ആളുകളാണ്. സഫർ മാസം നെഹ്സാണ്, അവസാന ബുധനുകൾ നെഹ്സാണ്, മുഹറം മാസത്തിലെ ആദ്യത്തെ 10 ദിവസങ്ങൾ നെഹ്സാണ്. ഇതിനെ നമ്മൾ വിളിച്ച പേര് ദുഷ്യഗുണം എന്നാണ്. അള്ളാന്റെ മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നിക്കാഹ് കഴിച്ച മാസമാണ് സഫർ. അത് നിങ്ങൾക്കറിയോ? അള്ളാന്റെ പ്രവാചകൻ നിക്കാഹ് കഴിച്ച മാസമാണ്. റമദാനിന്റെ അവസാനത്തെ 10-ലെ 4 ദിവസം പോലും ചില മതകാര്യ സ്ഥാപനങ്ങളുടെ കലണ്ടറുകൾ നെഹ്സായി പഠിപ്പിച്ചു തരാൻ ഇല്ലട്ടോ. രാവും പകലും മാറ്റിമറിക്കുന്നവൻ അല്ലാഹുവാണ്. മഹാനായ ഇബ്നു ഹജറുൽ ഹൈതമി ഫതാവൽ ഹദീസിയ്യ എന്ന് പറയുന്ന കിതാബിൽ പറയുന്നുണ്ട്, നെഹ്സ് എന്ന് പറഞ്ഞാൽ ബഅന്നദാലിക മിൻ സുന്നത്തിൽ യഹൂദ്, അത് യഹൂദികളുടെ ചര്യൻ. യഹൂദികൾ എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കും ഗാസയുടെ, ഫലസ്തീനിന്റെ, ഇസ്രായേലിന്റെ മണ്ണില് ജൂതന്റെ നരനായാട്ട് നടക്കുമ്പോ അവൻ ഇസ്ലാമിന്റെ പുറത്തുകൂടെ മാത്രമാണ് അറ്റാക്കുന്നത്. അള്ളാന്റെ ഖുർആൻ അവന്റെ എല്ലാ സ്വഭാവങ്ങളും പറഞ്ഞു തന്നിട്ടുണ്ട്. നേർക്ക് നേരെ ഫൈറ്റ് ചെയ്യാൻ പോലും പേടിക്കണ സ്വഭാവം ജൂതനുണ്ടെന്ന് പറഞ്ഞ അള്ളാന്റെ പ്രമാണം. ഒരു മതിലിന്റെ പിന്നിൽ നിന്നിട്ടാണ് അവൻ തന്ത്രം മെനിയാന്ന് വരെ പറഞ്ഞു. എന്നാൽ ഇസ്ലാമിന്റെ പുറത്തുകൂടെ മാത്രമല്ല, ഇസ്ലാമിന്റെ ഉള്ളിലൂടെ അവൻ കടന്നു വന്നു. അതിന്റെ അനന്തര സൃഷ്ടിയാണ് ഷിയായിസം എന്ന് പറയുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് അതിൽ നിന്ന് കടന്നു വന്ന ജാബിർ ബിൻ ഹയ്യാൻ, അബ്ദുൽ കരീം സൂഫി എന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിൽ സിന്ദീഖുകളായി, നിരീശ്വരവാദികളായി, പിന്നീട് ഷിയാക്കൾക്ക് വേണ്ടി ഗ്രന്ഥങ്ങൾ എഴുതി. പിന്നീട് അവർ ചില പ്രത്യേക സൂഫിസങ്ങളെ പടച്ചുണ്ടാക്കിയ ഈ ആളുകളെ നമ്മൾ കരുതിയിരിക്കണം. ഇവര് ജൂതന്മാരുടെ സൃഷ്ടികളാണ്. അതിൽ നിന്ന് ജൂതന്റെ ഇസ്ലാമിനെ ഉള്ളിലൂടെ തകർക്കാനുള്ള ശ്രമങ്ങളെ കൊണ്ടുവന്നു. ആ ഷിയാക്കളെ മുഹറം 10മായി ബന്ധപ്പെട്ട്, കർബലയുമായി ബന്ധപ്പെട്ട് അവരുണ്ടാക്കിയ നെഹ്സിന്റെ ദുഷ്യഗുണത്തിന്റെ വിശ്വാസങ്ങളെ നമുക്കിടയിലൂടെ കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ നടത്തിയതാണ്. കരുതിയിരിക്കേണ്ടത് വഅന്നദാലിക മിൻ സുന്നത്തിൽ യഹൂദ്, യഹൂദികളുടെ ചര്യയാണ്. ലാ മിൻ ഹുദൽ മുസ്ലിമീനൽ മുതവക്കിലീന അലാ ഖാലിഖിഹിം വബാരിഹിം, അവരുടെ സൃഷ്ടാവിലൂടെ പരമേൽപ്പിക്കുന്ന വിശ്വാസികളുടെ ചര്യയല്ല അതാണ്. കാരണം പടച്ചോനാണ്. ഉഖല്ലിബുൽ ലൈല വന്നഹാർ, രാവും പകലും മാറ്റിമറിക്കുന്നവൻ ഞാനാണെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല. ചില ആൾക്കാർ പറയും ചൊവ്വാഴ്ച മോശം. ഇല്ല, ചൊവ്വയും ബുധനും വ്യാഴം വെള്ളിയൊക്കെ നല്ല ദിവസം തന്നെയാണ്. ചില ദിവസങ്ങളെക്കാൾ പുണ്യമുണ്ട് എന്നല്ലാതെ. ഫളലുകൾ ചില മാസങ്ങൾക്ക് കൂടുതലുണ്ട്, ചില ദിവസങ്ങൾക്ക് കൂടുതലുണ്ട്, ചില സമയത്തിന് പ്രത്യേകതകളുണ്ട്. അതല്ലാതെ
ഒരു ദിവസമോ ഒരു സമയമോ മോശമായിട്ടില്ല നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് മുഹറം മാസം മറഞ്ഞു കണ്ടാൽ തന്നെ പ്രശ്നമാണ്, ഒരു കൊല്ലം പോക്കാണ് എന്നൊക്കെ പറയണ അന്ധവിശ്വാസങ്ങൾ. അതുകൊണ്ട് ഈ ഓൺലൈൻ കാലഘട്ടങ്ങളിലൊക്കെ സ്വതന്ത്രമായ ചില മീഡിയ വ്ളോഗുകളിലൂടെ ചില ആളുകൾ വന്നിട്ട് പറയും ഇന്ന ദിക്ർ ഇത്ര പ്രാവശ്യം ചൊല്ലണം. ഇങ്ങനെ മതം പഠിപ്പിക്കാത്ത അനാചാരങ്ങളിലേക്ക് നമ്മൾ കടക്കരുത്. മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലഘട്ടത്തിലാണ് ഹിജ്റ വർഷത്തിന് രൂപകൽപ്പന ചെയ്യുന്നത്. അള്ളാഹിന്റെ പ്രവാചകന്റെ ഹിജ്റ ഏറ്റവും വലിയ പാഠമായിട്ട് എടുക്കണമെന്ന് അവർ കരുതി. എന്തുകൊണ്ടാണ് ഒരുപാട് പാഠങ്ങളെ ലോകത്തിന് മുമ്പിൽ തന്നതാണ് ഹിജ്റ. ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ വലിയൊരു മാറ്റത്തിന് തുടക്കം കുറിച്ചതാണ് ഹിജ്റ എന്ന് പറയുന്നത്. മുസ്ലിംകളുടെ സ്വസ്ഥമായ ജീവിതത്തിനുള്ള ആരംഭമായിരുന്നു ഹിജ്റ എന്ന് പറയുന്നത്. അങ്ങനെ ചരിത്രപ്രധാനമായ ഒരുപാട് മേഖലകൾ ഉൾക്കൊള്ളുന്നത് കൊണ്ടാണ് ഹിജ്റയെ അവലംബിച്ചുകൊണ്ട് ഹിജ്റ വർഷം എന്ന രൂപത്തിൽ ആ കലണ്ടറിന് രൂപം കൊടുക്കാനുള്ള കാരണം. ഇസ്ലാമിക ഭരണകൂടം എഴുതുന്ന കത്തുകൾക്ക് ഡേറ്റുകളെ മെൻഷൻ ചെയ്യാൻ ഒരു കലണ്ടർ ആവശ്യമാണെന്നും അതിന്റെ അടിസ്ഥാനത്തിൽ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഖിലാഫത്ത് കാലത്ത് ആ ഹിജ്റ വർഷത്തിന് രൂപം കൊടുക്കുകയാണ്. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ ഹിജ്റയുമായി ബന്ധപ്പെട്ട് എന്ത് പാഠങ്ങളാണ് അള്ളാഹു നമുക്ക് മുമ്പിലൂടെ നൽകുന്നത് എന്നുള്ളത്. ഒന്ന് മനസ്സിലാക്കേണ്ടത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന പ്രൗഢമായ ആദർശത്തിലൂടെ ഉറച്ചു നിന്നതിന്റെ അനന്തരഫലമായിരുന്നു എന്നുള്ളതാണ്. നിങ്ങൾ ആലോചിച്ചൊക്കെ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന പ്രവാചകൻ മക്കയിലെ കണ്ണുള്ളിയാണ്, അല്ലമീനാണ്. 35-ാമത്തെ വയസ്സിൽ കഅബയുമായി ബന്ധപ്പെട്ട ഹജറുൽ അസ്വദുമായി ബന്ധപ്പെട്ട ഒരു തർക്കം പരിഹരിക്കാൻ അള്ളാന്റെ പ്രവാചകൻ കടന്നു വരുമ്പോ അല്ലമീൻ കടന്നു വന്നു എന്ന് പറഞ്ഞ് സന്തോഷിച്ച ഒരു ജനത. ആ ജനതയുടെ വിഷയത്തിലാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ വറഖത്ത് ബിൻ നൗഫലുമായി സംസാരിക്കുമ്പോ അവിടുന്ന് പറയുന്നുണ്ട്, ഈ നാട്ടുകാരെ അങ്ങേ നാട്ടിൽ നിന്ന് ആട്ടിയോടിക്കുന്നൻ അന്ന് ഞാനുണ്ടാകുമായിരുന്നെങ്കിൽ താങ്കൾക്കൊരു സഹായിയായി അനുവർത്തിക്കുമായിരുന്നെന്ന് മുൻ വേദഗ്രന്ഥങ്ങളിൽ അവഗാഹം നേടിയ മനുഷ്യൻ പറയുമ്പോ അള്ളാന്റെ മുത്ത് റസൂൽ ചോദിക്കുന്നുണ്ട്, മുഖ്രിജി എന്നെ പുറത്താക്കോ? വിശ്വസിക്കാൻ കഴിയില്ല. അല്ലമീനാണ്, കണ്ണിലുണ്ണിയാണ്. ആ പ്രവാചകൻ അവർക്കിടയിലെ വിശ്വസ്തനാണ്. നിങ്ങൾ നോക്ക്, അവരേറ്റവും പ്രിയപ്പെട്ടവനായി കാണുന്ന ആളാണ്. പക്ഷെ എന്തിന്റെ പേരിലാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നവരുടെ മുമ്പിൽ പ്രഖ്യാപിക്കുമ്പോ ലോകത്തിലെ ഏറ്റവും വലിയ ആദ്യത്തെ പ്രവാചകൻ എന്നൊക്കെ തുടക്കം കുറിച്ച അബൂലഹബിന്റെ വാക്കിലൂടെ തബ്ബല്ലക യാ മുഹമ്മദ് അലിഹാദാ ജമഅതനാ, നിനക്ക് നാശമുണ്ടാകട്ടെ മുഹമ്മദേ, ഇതിനു വേണ്ടിയിട്ടാണോ നീ ഞങ്ങളെ ഒരുമിച്ച് കൂട്ടിയത് എന്ന് ചോദിക്കുമ്പോ അൻതല്ലദീ ഫറഖ്ത ജമാഅതനാ വസബ്ബബ്ത ആലിഹതനാ, നീ ഞങ്ങളുടെ സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കാൻ വന്നവനാണ്, ഞങ്ങളുടെ ഇലാഹുകളെ കുറ്റം പറഞ്ഞവനാണ്. പ്രിയമുള്ളവരെ, ആ ഒരൊറ്റ വാക്കിന്റെ പേരിലാണ് അള്ളാന്റെ പ്രവാചകൻ അവർക്ക് ഏറ്റവും വലിയ ശത്രുവായി മാറിയത് എന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ പ്രത്യേകതയാണ്. അതിനുവേണ്ടി അനുഭവിച്ച ത്യാഗങ്ങളെ, അതിനുവേണ്ടി അനുഭവിച്ച പീഡനങ്ങളെ. മക്ക എന്ന് പറയുന്നത് മണൽച്ചരികളല്ല, പാറനിബിടമാണ്. സ്വഹാബത്ത് പറയും, ഞങ്ങളെ കച്ചവടത്തിന് പോയി തിരിച്ചു വരുമ്പോ നീളമുള്ള സുമുഖനായ ഒരു ചെറുപ്പക്കാരൻ നിലത്തിട്ട് ചവിട്ടിയതിന്റെ അടയാളം കാണാം, മുഖത്ത് നിന്ന് കഫമൊലിക്കുന്നത് കാണാം, കമീസ് കീറിയിട്ട് കാണാം. ആ ചെറുപ്പക്കാരൻ ആരാണെന്നറിയോ? മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തിനാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നവരുടെ മുമ്പിൽ പ്രഖ്യാപിച്ചതിന്റെ പേരിലാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകേണ്ട ഒരു ചിന്ത അത് തന്നെയാണ്. നമ്മൾ ആലോചിച്ചൊക്കെ ആളുകൾക്കിടയിൽ നമ്മൾ എന്തുകൊണ്ടാണ് ശത്രുവായി മാറുന്നത്? അതിന്റെ തൗഹീദിനെ മറച്ചു വെക്കേണ്ട ഒരു കാര്യം നമ്മുടെ ഇടയിലില്ല. ആരും പൂമാലയിട്ട് പൂച്ചെണ്ട് കൊണ്ട് സ്വീകരിക്കും നമ്മൾ ആരും വിചാരിക്കേണ്ട. എന്തുകൊണ്ടാണ് ഇസ്ലാമിന് ആളുകൾ ഭയക്കുന്നത്? എന്തുകൊണ്ടാണ് ഇസ്ലാം ഭീകരവാദമായത്? എന്തുകൊണ്ടാണ് ഇസ്ലാം തീവ്രവാദം എന്ന് പറഞ്ഞേ? ഇതിന്റെ ആദർശത്തിന് ആളുകൾക്ക് ഭയമാണ്. അവർ പല രീതിയിലും നിങ്ങളെ പ്രയാസപ്പെടുത്തുമെന്നുള്ളതാണ്. നമ്മൾ എപ്പോഴും നമ്മുടെ മനസ്സിൽ കടന്നു വരേണ്ടത്, സമൂഹത്തിൽ ആരെങ്കിലും ഒറ്റപ്പെടുത്തുന്നുവെങ്കിൽ, ആരെങ്കിലും മോശമായിട്ട് നമ്മളെ സംസാരിപ്പിക്കുന്നുണ്ടെങ്കിൽ, നമുക്കറിയോ, പറന്ന് ജനിച്ചു വളർന്ന നാട്ടിൽ നിന്ന്, മണ്ണിൽ നിന്ന്, വീട്ടിൽ നിന്ന് അള്ളാന്റെ ഹബീബ് ഇറങ്ങിപ്പോകുന്ന ഒരു രംഗമുണ്ട്. ഈ ഒരൊറ്റ ആദർശത്തിന്റെ പേരില്, അതിൽ മായം ചേർക്കാത്തതിന്റെ പേരിലാണ്.
അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ആ നാടിനോട് എത്ര ഇഷ്ടമുണ്ടായിരുന്നു. ഇപ്പൊ നമ്മൾ തന്നെ പറയില്ലേ, ഈ പള്ളിയുടെ അകത്തളങ്ങളിൽ ഇരിക്കുന്നവരാലിച്ചൊക്കെ ഞങ്ങളെ ചങ്ങരംകുളത്തേരാൻ എന്ന് നമ്മൾ പറയാൻ നമുക്കൊരു പ്രൗഢി, എന്റെ നാടെന്ന് പറയാൻ ഒരു പ്രൗഢി നമ്മൾ കാണിക്കലുണ്ട്. എന്റെ മലപ്പുറം എന്ന് പറയാൻ ഒരു ജില്ലയുടെ പേരിൽ പോലും നമ്മൾ അഭിമാനം നടിക്കലുണ്ട്. നിങ്ങൾ ആലിച്ചൊക്കെ പിറന്നു വീണ മണ്ണിൽ നിന്ന് ആട്ടിയോടിക്കുമ്പോ അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വേദന കാണണമെങ്കിൽ കഅബാലയത്തിന്റെ മുന്നിൽ കടന്നു വന്നു ലോകത്തിന്റെ പ്രവാചകന്. അവിടെ നിന്ന് പറയുന്നുണ്ട്, അലിംതു അന്നക ഖൈറു അർളില്ലാഹ്, എനിക്കറിയാം അല്ലാഹുക്ക് ഇഷ്ടപ്പെട്ടതായ ഭൂമി നീ തന്നെയാണ്. നിന്റെ ആളുകൾ എന്നെ ആട്ടിവിട്ടില്ലെങ്കിൽ ഒരിക്കലും ഞാൻ പുറത്തു പോകില്ല, ഒരിക്കലും ഞാൻ പുറത്തു പോകില്ല. അത്ര ഇഷ്ടമുണ്ട്, അത്ര ഇഷ്ടമുണ്ട്. അതൊരു ചെറിയ യാത്രയല്ല. മക്കയുടെ മണ്ണിൽ നിന്ന് യാത്ര പറയുമ്പോ അള്ളാന്റെ ഹബീബ് തിരിഞ്ഞു നോക്കുന്നുണ്ട്. ഇരുട്ടിന്റെ മറവില് ഉയരമുള്ള സ്ഥലങ്ങളിൽ എത്തുമ്പോ കഅബാലയത്തിനെ ലക്ഷ്യമാക്കിയ ഒരു നോട്ടമാണ്. പിച്ച വെച്ച് നടന്ന മക്കയുടെ മടിത്തട്ടിനോട്, ഓടി നടന്ന മക്കയുടെ ഹൃദയത്തോട്, പറന്നു വീണ മക്കയുടെ മടിത്തട്ടിനോട് ഹൃദയം ഭരിച്ചെടുത്ത വേദനയോടുകൂടെ യാത്ര പറയുമ്പോ അള്ളാഹ് പറഞ്ഞില്ല നബിയേ, ഈ ഖുർആൻ അവതരിപ്പിച്ച റബ്ബിന്റെ വാക്ക്, അങ്ങ് തിരിച്ചു വരും ഈ ഒരു മണ്ണിലേക്ക്, ഈ നാടങ്ങേക്ക് അനുവദനീയമാണ് നബി എന്ന് പറയുമ്പോ എത്ര ഹൃദയഭേദകമാണ്, എത്ര വേദനയാണ്. പ്രിയപ്പെട്ട മക്കയോട്, പ്രിയപ്പെട്ട കഅബയോട്, പ്രിയപ്പെട്ട വീടിനോട്. എല്ലാ സഹാബത്തും അങ്ങനെയാ. അവർ എത്യോപ്യയിലേക്ക് പോയി നോക്കി. അതാണ് ഹിജ്റ. അവിടുന്ന് ആ തിന്മകളെ, ആ സാഹചര്യങ്ങളിൽ നിന്ന് ഒഴിവാക്കി അതിന്ന് കടന്നു കളയുന്ന ഒരു സാഹചര്യങ്ങൾ ഉണ്ടായി. ഓക്കെ, ഇനി അവിടെ ആ തൗഹീദാണ് നമ്മളുടെ കയ്യിൽ. അള്ളാന്റെ പരീക്ഷണങ്ങൾ ആ മേഖലയിൽ ഉണ്ടാവും. അവിടെ ഉറച്ചു നിൽക്കാനുള്ള ഒരു പാടുണ്ടാവുക എന്നുള്ളതാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ മറ്റൊരു പാഠം അവിടെ കാണാൻ സാധിക്കും. അമാനച്ചാൻ. നമുക്കറിയാം, പ്രവാചകൻ 40 വയസ്സിൽ തൗഹീദ് പറയുന്നുണ്ടെങ്കിൽ ആ റസൂലുള്ളാഹിന്റെ വിശ്വാസ്യതയിലെ ഒരാൾക്കും തർക്കമില്ലായിരുന്നു. പ്രവാചകന്റെ കയ്യിൽ പലതും അവർ സൂക്ഷിക്കാൻ ഏൽപ്പിച്ചു കൊടുക്കാറുണ്ട്. അള്ളാന്റെ ഹബീബ് നാട് വിട്ടു പോകുമ്പോ മക്കക്കാരുടെ പലതും പ്രവാചകന്റെ കൈകളിലുണ്ട് സൂക്ഷിക്കാൻ ഏൽപ്പിച്ചത്. തന്റെ വിരിപ്പില് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു കിടത്തുമ്പോ അള്ളാന്റെ റസൂല് പറയുന്നുണ്ട്, അലിയേ, മക്കക്കാരുടെ അമാനത്ത് നിന്നെ ഏൽപ്പിക്കുകയാണ്, അത് തിരിച്ചു കൊടുക്കണേ അലിയേ. അത് കൊടുക്കാൻ അലി റളിയല്ലാഹു അൻഹുവിനെ ഏൽപ്പിച്ചു കൊടുത്ത അള്ളാന്റെ മുത്ത റസൂൽ വഅദ്ദിൽ അമാന, അമാനത്ത് നിറവേറ്റണേ എന്ന് പറഞ്ഞില്ലേ. ഓക്കെ, വിശ്വാസിയുടെ ഏറ്റവും വലിയ പ്രത്യേകത വിശുദ്ധ ഖുർആൻ. ഇപ്പൊ നമ്മൾ ഖുർആൻ ക്ലാസ്സിൽ ബുധനാഴ്ച ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സൂറത്താണ് സൂറത്ത് മുഅ്മിനൂൻ. വല്ലദീന ഹും ലിഅമാനാതിഹിം വഅഹദിഹിം റാഊൻ. അവരുടെ അമാനത്തുകൾ അവർ നിറവേറ്റുന്നവരല്ലേ വിശ്വാസികള്. ആ ഒരു പാഠം ഇവിടെ തരാൻ. എന്നാൽ ഏറ്റവും ശ്രദ്ധേയമായൊരു പാഠമുണ്ട്. അത് തവക്കുല, അള്ളാഹുവിലൂടെ ഭരമേൽപ്പിക്കാൻ. തീർച്ചയായും അള്ളാന്റെ സഹായം ഉണ്ടാവും. നമ്മുടെ ഒക്കെ മനസ്സിലുണ്ടാവേണ്ടെന്ന, പ്രത്യേകിച്ച് ഈ സാഹചര്യങ്ങളിൽ ഞങ്ങളുടെ നാടിനി എന്താവും, മുസ്ലിങ്ങളുടെ സാഹചര്യങ്ങൾ ഇനി എന്താവും. ഇങ്ങനെ തല പുകയുമ്പോ എന്റെ പടച്ചോൻ എല്ലാറ്റിനും മുകളിലുണ്ടെന്ന ബോധ്യമുണ്ടായി. ആ പടച്ചോനിൽ ഏൽപ്പിക്കാനുള്ള കാര്യം അള്ളാഹുവിലൂടെ ഏൽപ്പിച്ചു കൊടുക്കാൻ നമ്മൾ തയ്യാറായാൽ ഒക്കെ അള്ളാഹുവിൽ ഏൽപ്പിച്ചു കൊടുത്തൊരു പാഠം ഇസ്രയേലിന്റെ മേഖലകളിലൂടെ ഒക്കെ കാണാം. അള്ളാന്റെ മുത്ത് റസൂൽ തവക്കുൽ എന്ന് പറഞ്ഞ ആളുകൾക്കൊരു ബോധ്യമുണ്ട്. ഒക്കെ പടച്ചോനെ ഏൽപ്പിക്കുക, നമ്മൾ വെറുതെ ഇരിക്കുക എന്നുള്ളതല്ലല്ലോ. അല്ലല്ലോ. മഹാനായ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ പറഞ്ഞതുപോലെ ഒക്കെ അൽ-ഇൽതിറാബ് ബിലാ സുകൂൻ വസുകൂനും ബിലൽ ഇൽതിറാബ്. നല്ല പടച്ചിലുണ്ടാവണം. പക്ഷേ അതെവിടെ പടച്ചിലുണ്ടാവുക? ശാന്തമായിരിക്കും വേണമെന്നാണ്. ഉള്ളു ശാന്തമാണ്, എനിക്കെന്താ പേടിക്കാനുള്ളേ, എൻ്റെ അല്ലാഹ് ഉണ്ട്. പക്ഷെ ഞങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താ, അത് മുഴുവൻ നമ്മൾ ചെയ്യണം. ഒരു നാട്ടിൽ നിന്ന് മറ്റൊരു നാട്ടിലേക്ക് റസൂലുള്ള പോവാൻ, ആ പ്രവാചകന്റെ തലയെടുക്കുന്നവന് 100 ഒട്ടകങ്ങളെ സമ്മാനമായി ഇനാം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. പ്രവാചകനെ ലക്ഷ്യമാക്കി ആളുകളൊക്കെ ഇങ്ങനെ നടക്കാൻ. ആ സമയത്ത് പ്രവാചകൻ വീട്ടിൽ നിന്നിറങ്ങുമ്പോ ഒക്കെ പടച്ചോനെ ഏൽപ്പിച്ചിട്ടുണ്ട് പറഞ്ഞൊരു പോക്കല്ല. അവിടെയാണ് തവക്കുലിന്റെ പാഠം. ചെയ്യാനുള്ളത് മുഴുവൻ റസൂലുള്ള ചെയ്തു. തന്റെ വിരിപ്പില് വീടിനെ വളയുന്ന ആളുകൾക്ക് മുമ്പിൽ തന്റെ വിരിപ്പിലൂടെ കിടത്തിയത് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ. കൂടെ ആ സഹയാത്രികനായി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ തെരഞ്ഞെടുക്കാണ്. സാധാരണ മക്കയിൽ നിന്ന്
അന്നത്തെ മദീനയിലേക്കുള്ള റൂട്ട്, ശത്രുക്കൾ പിന്തുടരാനുള്ള റൂട്ടുകളൊക്കെ മാറ്റിവെച്ച് മറ്റൊരു റൂട്ട് പ്ലാൻ തയ്യാറാക്കിയിട്ടാണ് അള്ളാന്റെ ഹബീബ് യാത്ര തിരിക്കുന്നത്. ആ യാത്രകൾക്കിടയിലൂടെ ഭക്ഷണങ്ങളെ കരുതാൻ, അതിനെ കൊണ്ടുവരാനുള്ള ആളുകളെ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏർപ്പാട് ചെയ്യാണ്. അവിടെ നിന്ന് കടന്നു പോകുന്ന മലമ്പാതകളെ ലക്ഷ്യമാക്കി വെക്കാൻ ഒരു അമുസ്ലിമായ മനുഷ്യന്റെ ഗൈഡ് ചില സന്ദർഭങ്ങളിലൂടെ ഉപയോഗപ്പെടുത്തുകയാണ്. മക്കയിൽ നിന്ന് യാത്ര തുടർന്നാൽ മണൽത്തരികളിലൂടെ കാൽപ്പാടുകളെ കാണുമ്പോ അതിനെ മായ്ച്ചു കളയാൻ നിശ്ചിത ദൂരം വരെ ആട്ടിൻപറ്റങ്ങളെ തെളിച്ചു കൊണ്ടുവരാൻ ഒരാളെ ഏർപ്പാട് ചെയ്യുകയാണ്. നമ്മളിത് മനസ്സിലാക്കേണ്ടത് കൃത്യമായ പ്ലാനിങ്ങോടുകൂടെ ഇന്ന സമയങ്ങളിലൂടെ ഭക്ഷണങ്ങൾ എത്തിക്കാൻ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ മകളായ അസ്മാ റളിയല്ലാഹു അൻഹയെ ഏൽപ്പിച്ചു കൊടുക്കുന്ന സന്ദർഭങ്ങളുണ്ട്. നമ്മൾ വിചാരിക്കണ പോലെ ഒന്നും യാദൃച്ഛികകളെ കൊണ്ട് നടക്കുന്നതല്ല. കൃത്യമായ പ്ലാനിംഗ് ആണ് അവിടെ പ്രവാചകൻ നടത്തിയത്. അതുകൊണ്ട് തന്നെ ആ വിഷയങ്ങളിലൂടെ അള്ളാന്റെ സഹായമുണ്ടാകുന്നത്. പ്രിയമുള്ളവരെ, പ്രവാചകന് വേണ്ടി പാല് കൊടുക്കാൻ കറവ പറ്റിയ ആടിന്റെ മാറിടങ്ങളിലൂടെ പാല് കൊടുത്തില്ല അല്ലാ. കറവ വറ്റിപ്പോയ ആടിന്റെ മാറിടത്തിൽ നിന്ന് പാല് കറന്നു കുടിക്കാൻ അള്ളാന്റെ ഹബീബിന് സാധ്യമായത് പടച്ചോൻ ചെയ്തു കൊടുത്ത സഹായം തവക്കുലാണ്. അള്ളാന്റെ ഖുർആൻ പറയാണ്, وَإِذْ يَمْكُرُ بِكَ الَّذِينَ كَفَرُوا لِيُثْبِتُوكَ أَوْ يَقْتُلُوكَ أَوْ يُخْرِجُوكَ. റസൂലേ, താങ്കളെ ഇല്ലായ്മ ചെയ്യാൻ, താങ്കളെ കൊന്നുകളയാൻ, താങ്കളെ നാട്ടിൽ നിന്ന് പുറത്താക്കാൻ അവർ തന്ത്രം മെനഞ്ഞതായ സന്ദർഭങ്ങളിലൂടെ വയം കുറൂന, അവരും തന്ത്രം മെനയുന്നുണ്ട്. വയം കുറുള്ള, അല്ലാഹും അവിടെ തന്ത്രം മെനഞ്ഞു എന്നാണ്. വല്ലാഹു ഖൈറുൽ മാകിരീൻ, ഏറ്റവും നന്നായി തന്ത്രം മെനയുന്നവൻ അല്ലാഹുവാണ്. അല്ലാഹുവാണ് തന്ത്രം മെനയുന്നവൻ. നോക്കി നിങ്ങള്, ശത്രുക്കളുടെ തന്ത്രം മെനഞ്ഞു റസൂലുള്ളാഹിനെ കൊല്ലാൻ, വീട് വളഞ്ഞു, വഴിയിൽ ആളുകളെ നിരത്തി, ഇനാം പ്രഖ്യാപിച്ച ആളുകളോടി, ആയുധങ്ങളുമായിട്ടോടി. പക്ഷേ അവിടെ നിന്ന് അലി റളിയല്ലാഹുവിനെ കിടത്തി അല്ലാഹു തആല അള്ളാന്റെ മുത്തനബി ഇങ്ങനെ സംരക്ഷിച്ചു കൊണ്ടുവരാൻ പടച്ചോനിൽ ഏൽപ്പിച്ചതിന്റെ അനന്തര ഫലങ്ങളാണ്. ആ യാത്രയിലെ സൗർ ഗുഹയിൽ അഭയം പ്രാപിക്കുമ്പോ നിങ്ങൾ ആലോചിച്ചൊക്കെ, അവിടെ ഗുഹാമുഖത്തിന്റെ മുകളിൽ ശത്രുക്കൾ എങ്ങനെ വരികയാണ്. അവരെങ്ങാനും അവരുടെ കാൽപാദത്തിനടിയിലേക്കൊന്ന് നോക്കിയാൽ അവരെ നമ്മളെ കാണില്ല നബിയെന്നാണ്. ഒന്ന് താഴേക്ക് നോക്കിയാ പോരെ. അള്ളാന്റെ മുത്ത റസൂൽ പറയുന്നുണ്ട്, നമ്മൾ രണ്ടല്ലല്ലോ സിദ്ദീഖേ, മൂന്നാമനായി റബ്ബുണ്ട്, അല്ലാഹുവുണ്ട് നമുക്കെന്നാണ്. ഒരൊറ്റ കാര്യം, ആ ഗുഹയുടെ അവസ്ഥ അറിയോ? ഒരാൾക്ക് നല്ലപോലെ കിടക്കാൻ പറ്റൂല. അബൂബക്കർ റളിയല്ലാഹു അൻഹു ചാരിയിരുന്ന് മടിത്തട്ട പ്രവാചകന് സൗകര്യപ്പെടുത്തി കൊടുത്ത് അള്ളാന്റെ ഹബീബിന് കരുതലോടുകൂടെ ഇരിക്കുമ്പോ ആ ഗുഹയുടെ മുകളിലെ സൗർ ഗുഹ കണ്ടവർക്കറിയാം, മേലെ നിന്നിങ്ങനെ താഴേക്കൊരു കുഴി പോലെയാണ്. മുകളിൽ നിന്നിങ്ങനെ താഴേക്ക് ഇങ്ങോട്ട് നോക്കിയാലേ റസൂലുള്ളാഹിനെ കാണും. ഈ ആയുധമായി വന്ന ആളുകൾക്ക് അവരില്ലായ്മ ചെയ്യാൻ ഒരു പണിയില്ല. പക്ഷേ എന്തിനാ അബൂബക്കറെ പേടിക്കണേ? ഞാനും അബൂബക്കർ എന്ന രണ്ടാളല്ലല്ലോ, മൂന്നാമനായി നമുക്ക് അള്ളയുണ്ട്. അത് തവക്കുല. അവർക്ക് നോക്കാൻ പോലും തോന്നിയില്ലല്ലോ. അല്ലാഹു തആല അവിടെ നിന്ന് മാറ്റിക്കളഞ്ഞില്ലേ? ഇല്ലേ? പ്രവാചകൻ അന്വേഷിച്ച കുതിരയോട് ദ്രുതഗതിയിലൂടെ ഓടി വന്ന സുറാഖ റസൂലുള്ളാഹിനെ പിടിക്കുമെന്ന ലക്ഷ്യത്തില് തൊട്ടു പിന്നിലൂടെ കടന്നു വരുമ്പോ ആ കുതിരയുടെ കുളമ്പുകളും അതിന്റെ കാൽപാദങ്ങളും മണ്ണിലൂടെ താഴ്ന്നുപോയി. സുറാഖയുടെ കുതിരക്ക് ചലനമില്ല. അവിടെ രക്ഷപ്പെടുത്തിയവൻ അല്ലാഹുവാണ്. പ്രിയമുള്ളവരെ, രക്ഷപ്പെടുമ്പോ വീണ്ടും സുറാഖ ഓടി വരുന്നുണ്ട്. പക്ഷെ പ്രവാചകന്റെ അടുക്കലേക്ക് എത്തുന്നതോടുകൂടെ ആ കുതിര വീണ്ടും താഴ്ന്നു പോവുകയാണ്. വീണ്ടും മുന്നോട്ടോടുന്നുണ്ട്, വീണ്ടും താഴ്ന്നു പോവുകയാണ്. അവസാനം സുറാഖക്ക് പിന്തിരിയേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അന്ന് മുത്ത റസൂൽ പറഞ്ഞു, സുറാഖ, നിന്റെ തലയിലൂടെ പേർഷ്യന്റെ കിരീടവും ചെങ്കോലും നിന്നെ ആടിയിപ്പിക്കുന്നത് ഞാൻ കാണുന്നുണ്ട് സുറാഖ എന്ന്. മക്ക എന്ന് പറയുന്ന നാട്ടിൽ നിന്ന് കടന്നുപോയി മദീന എന്ന് പറയുന്ന നാട്ടിലെത്തിയിട്ടില്ലാത്ത, വീടോ നാടോ നഗരമോ ഇല്ലാത്ത അള്ളാന്റെ പ്രവാചകൻ ഒരു പേർഷ്യന്റെ കിരീടമായി സംസാരിക്കുമ്പോ ഖാദിസിയ എന്ന് പറയുന്ന ചരിത്രപ്രധാനമായ യുദ്ധത്തിലൂടെ
മുസ്ലിമീങ്ങൾ ഖാദിസിയ്യ അതിലൂടെ പേർഷ്യയെ കീഴടക്കുമ്പോ അന്ന് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു മുത്ത റസൂൽ പറഞ്ഞ ആ വാക്കിനെ സത്യമായി പുലർന്നതായി കാണിച്ചു കൊടുത്തതും ചരിത്രമാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അവിടെ അഭയം കൊടുത്തവൻ അല്ലാഹ്. ആ സുറാഖയിൽ നിന്ന് അള്ളാന്റെ ഹബീബിന് ആ സമയത്ത് പ്രൊട്ടക്ഷൻ കൊടുത്തവൻ അല്ലാഹ്. ആ പടച്ചോനെന്നും ഹയ്യാണ്, അല്ലാഹ് ഖയ്യൂമാണ്. ഹസ്ബുനല്ലാഹ് വനിഅമൽ വക്കീൽ. എനിക്ക് കാര്യങ്ങൾ എത്തിക്കാൻ എൻ്റെ അള്ളയുണ്ട്, എൻ്റെ പടച്ചോനുണ്ട്. ആ ഒരു തവക്കുലുണ്ടാവണം. മറ്റൊരു പാഠം കൂടെ ഹിജ്റയിൽ കാണാം. അടക്കവയ്യാത്ത പ്രവാചകനോടുള്ള മഹബ്ബത്ത് നമുക്ക് കാണാൻ സാധിക്കും. അബൂബക്കർ റളിയല്ലാഹു അൻഹു ഇതര യാത്രയിൽ മുന്നിലും പിന്നിലും ഇങ്ങനെ മാറി മാറി നടക്കുമ്പോ റസൂൽ ചോദിച്ചില്ല, എന്തേ ഉമറെ അബൂബക്കർ ഇങ്ങനെ മാറി നടക്കുന്നത്? റസൂല് മുന്നിലൂടെ നടക്കുമ്പോൾ പേടിയാ, പിന്നീന്ന് ശത്രുക്കൾ റസൂലിനെ ആക്രമിക്കും. പിന്നിലൂടെ നടക്കുമ്പോൾ ഭയമാണ്, മുന്നീന്ന് ആക്രമിക്കും. എനിക്ക് മനസ്സമാധാനമില്ല. ആ ഗുഹയിൽ കടന്നു വന്നപ്പോ സ്വന്തം ശരീരത്തിന്റെ വസ്ത്രം വരെ പിച്ചി ചീന്തി ഗുഹയുടെ ദ്വാരങ്ങൾ അടച്ചു വെക്കാനാണ്. അള്ളാന്റെ ഹബീബിനെ ശുദ്ധജീവികൾ ആക്രമിക്കുമോ എന്നല്ല പേടികൊണ്ടാൻ. ദാത്തുന്നി താക്കത്തൈൻ എന്ന പേരുള്ളൊരു മഹദിയുണ്ട് ഇസ്ലാമിലെ, അസ്മാ ബീവി. അവർക്കുള്ള ഭക്ഷണവും വെള്ളമൊക്കെ ആയിട്ട് റസൂലുള്ളാഹിക്ക് വഴിയിൽ എത്തിച്ചു കൊടുത്തത്. അത് കെട്ടാനൊരു കയറില്ലാതെ വന്നപ്പോ മേൽമുണ്ടിനെ എടുത്ത് കീറി ഒന്നുകൊണ്ട് വെള്ളവും ഒന്നുകൊണ്ട് ഭക്ഷണവും കെട്ടിവെച്ച് അള്ളാന്റെ ഹബീബിനെ എത്തിച്ചു കൊടുത്തവർ. സേവനങ്ങൾ വലുതാൻ. അബൂബക്കർ റളിയല്ലാഹുവിന്റെ വാപ്പ അബൂ ഖുഹാഫ അന്ന് ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല. ഇവിടെ വീട്ടിൽ വന്ന മക്കളിനെ വഴക്ക് പറയാൻ എന്ത് ഭാവിച്ചിട്ടാണ് അബൂബക്കർ മക്കളെ ഇവിടിട്ട് പോയില്ലേ എന്ന് പറയുമ്പോ അബൂബക്കർ തന്നെ സന്തോഷാണ്. റസൂലുള്ളാഹിന്റെ കൂടെ യാത്ര ചെയ്യാൻ അവസരം കിട്ടിയതല്ലേ. നിങ്ങൾക്കറിയോ, ഈമാനുള്ള മക്കള് അബൂ ഖുഹാഫ കണ്ടു കാണാത്ത ആളാണ്. ആ പാത്രത്തിൽ കുറച്ച് കല്ലുകൾ പുറത്തു പോയി പറക്കിയിട്ട് അബൂ ഖുഹാഫയുടെ മുമ്പിൽ ഇങ്ങനെ കുലുക്കി കാണിച്ചിട്ട് പറഞ്ഞു, ഇത് മുഴുവനും ഞങ്ങളുടെ വാപ്പ ഞങ്ങൾക്ക് ഏൽപ്പിച്ചിട്ടാ പോയത്. നിങ്ങൾ ആലോചിച്ച് നോക്കേ, ദീനിനെ സംരക്ഷിക്കാൻ, ദീനിനെ തള്ളിപ്പറയാതിരിക്കാൻ, വാപ്പാന്റെ ഭാഗത്ത് നിൽക്കാൻ, ഹക്കിന്റെ ഭാഗത്ത് നിൽക്കാൻ, ദീനിന് വേണ്ടി പ്രവർത്തിക്കാൻ, പ്രവാചകനോട് മഹബത്ത് പറയാൻ, അത്രമേൽ ത്യാഗങ്ങളുള്ള പാഠമാണ് ഹിജ്റ. റസൂലുള്ളാഹിന്റെ യാത്രയാണ് നമ്മൾ പറഞ്ഞതെങ്കിൽ അതിനു മുമ്പ് പോയ സഹാബത്തിന്റെ അവസ്ഥകളുണ്ട്, സാഹചര്യങ്ങളുണ്ട്, അനുഭവങ്ങളുണ്ട്. ഫതഹായിന്റെ മലഞ്ചെരുവുകള്, വിളിച്ചു പറയുന്ന ബിലാലിന്റെ ദീന രോദനങ്ങളുണ്ട്. കൊല്ലന്റെ ഹാലയിലെ കല്ല് പഴിപ്പിച്ചതിന്റെ മേലെ കിടത്തിയ ഹബ്ബാബിന്റെ കഥകളുണ്ട്. ശരീരമാസകലം ഇരുമ്പ് കൊണ്ട് പഴിപ്പിക്കപ്പെട്ടവരുണ്ട്. സ്വന്തം കുടുംബത്തിന് മുന്നിൽ വെച്ച് ഭർത്താവിനെയും മക്കളെയും ബന്ധിച്ചു വെച്ച് ഉമ്മാന്റെ മർമ്മഭാഗത്ത് കുന്തം താത്തിറക്കി കൊലപ്പെടുത്തിയ ഇസ്ലാമിന്റെ ആദ്യ ഷഹീദായ വനിത സുമയ്യ റളിയല്ലാഹു അൻഹയുടെ രക്തത്തിന്റെ കഥകളുണ്ട്. ഈ വേദനകൾക്കൊക്കെ അപ്പുറച്ചാണ് അള്ളാഹുവിന്റെ അനുമതി പ്രകാരം അവർ ഹിജ്റ പോയതെങ്കിൽ, പ്രിയമുള്ളവരെ, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഏത് തീഷ്ണമായ സാഹചര്യങ്ങളിലും കൈവിടാനില്ല. അതിനെ മുറുകെ പിടിക്കാനാണ്, അതിനൊരു കളങ്കമില്ലാതെ ചേർത്ത് വെക്കാനാണ്. അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനിൽ തവക്കുലാക്കുമ്പോ അതിന്റെ സഹായം തരുമെന്ന ദൃഢമായ ബോധ്യം നമ്മളിലൂടെ കടന്നു വരാം. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ വ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين. أصلي وأسلم على رسوله النبي الكريم وعلى آله وصحبه أجمعين. ما بعد اتقوا الله يا عباد الله. അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. പ്രിയമുള്ളവരെ, ഹിജ്റയുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ നമുക്ക് ഹിജ്റ പോകാൻ വല്ല അവസരങ്ങളുണ്ടോ? അള്ളാന്റെ മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്തലമുറക്കാരായ നമ്മളോടൊക്കെ പഠിപ്പിച്ചത് നമുക്കും ഒരു മുഹാജിറാവാൻ സാധിക്കുമെന്നുള്ളതാണ്. അതെങ്ങനെയാണ്? മുത്തുനബി പറയുന്നുണ്ട്, ഇന്നൽ മുഹാജിറ, തീർച്ചയായും മുഹാജിർ എന്ന് പറഞ്ഞാൽ മൻ ഹാജറ മാ നഹല്ലാഹു അൻ, അള്ളാഹു വിരോധിച്ചതിൽ നിന്നൊക്കെ വിട്ടുനിൽക്കുന്നവനാണ്, വിട്ടുപോകുന്നവനാണ് മുഹാജിർ എന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. പടച്ചോൻ ചെയ്യരുത് എന്ന് അള്ളാഹു വിലക്കിയ കാര്യങ്ങളുണ്ടെങ്കിൽ അതിൽ നിന്ന് വിട്ടുനിൽക്കല് അതൊരു ഹിജ്റയാണ്. മറ്റൊരു ഹദീസിലൂടെ കാണാൻ മുത്തുനബിയോട് ചോദിക്കുന്നുണ്ട്, അയ്യുൽ ഹിജ്റത്തി അഫ്ളൽ, അള്ളാന്റെ പ്രവാചകരെ ഏത് ഹിജ്റയാണ് ഏറ്റവും അഫ്ളലായിട്ടുള്ള ഹിജ്റ?
അൻ തഹ്ജുറ മാ കരിഹ റബ്ബുക അസ്സ വജല്ല. അല്ലാഹു വെറുക്കുന്ന, നിന്റെ റബ്ബ് നിന്നോട് വെറുക്കുന്ന കാര്യങ്ങളിൽ നിന്ന് നീ വിട്ടുപോകലാണ് ഏറ്റവും വലിയ ഹിജ്റ എന്ന് അള്ളാന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ അല്ല വെറുക്കുന്ന, അല്ല പാടില്ല എന്ന് പറഞ്ഞ അത്തരം വിഷയങ്ങളിലെ നമ്മൾ ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതാണ്. അതിനോട് ഇപ്പൊ വളരെ സരളമായി പറഞ്ഞാല്, നാട്ടിലിങ്ങനെ ഫ്ലക്സുകളുടെ മത്സരം നടക്കുമ്പോ 300 അടിക്കും 400 അടിക്കും ലക്ഷങ്ങൾ ചെലവിട്ട് ഫ്ലക്സ് മത്സരങ്ങൾ നടക്കുമ്പോ അതെനിക്ക് പടച്ചം വിരോധിച്ചതാണെങ്കിലേ അതിൽ നിന്ന് വിട്ടു നിൽക്കുന്ന ഒരു മനസ്സില്ലേ, അതൊരു ഹിജറയുടെ മനസ്സ് തന്നെയാണ്. അങ്ങനെ ഏത് തിന്മയും അല്ല വിലക്കിയ ഒരു കാര്യങ്ങളോട് ഞാനില്ല എന്ന് പറയാൻ അത് വളരെ വ്യക്തമായി കഴിഞ്ഞ ഖുത്ബയിൽ നമ്മൾ സൂചിപ്പിച്ചതാണ്. അപ്പോ അല്ല വിലക്കിയ എല്ലാ കാര്യങ്ങളും വിട്ടു നിൽക്കുക എന്നുള്ളതാണ്. ഒരൊറ്റ വാക്കുകൂടെ പണ്ഡിത ലോകം നമ്മളോട് ഹിജറ ചെയ്യാൻ പറഞ്ഞ ഒരു ചെറിയ പോയിന്റ് കൂടെ ഞാൻ പറയാം. മിനൽ ഹിജറ, ഹിജറയിൽപ്പെട്ടതാണ് അൽ ഇന്തിഖാലു മിനൽ ജഹ്ലി ഇലൽ ഇൽമ്, അജ്ഞതയിൽ നിന്ന്, അറിവില്ലായ്മയിൽ നിന്ന് അറിവിലേക്ക് നമ്മൾ യാത്ര പോകണം. അതൊരു ഹിജറയാണ്. നമുക്ക് അറിവില്ല, പക്ഷെ പഠിക്കണം, അറിയണം. ഒരുപാട് സൗകര്യങ്ങളുള്ള കാലഘട്ടമാണ്. വമിനൻ നിസിയാന ഇല ദിക്ർ, അള്ളാനെ മറന്ന് ജീവിക്കുന്നതിൽ നിന്ന് അള്ളാഹ് എന്ന സ്മരണയിലേക്ക് നമുക്കൊന്ന് ഹിജറ പോകണം. വമിനൽ മഅസിയതി ഇല ത്വാഅ, അള്ളാഹുവിനെ ധിക്കരിക്കുന്നതിൽ നിന്ന്, തിന്മ ചെയ്യുന്നതിൽ നിന്ന് അവനെ അനുസരിക്കുന്നതിലേക്ക്, ആരാധന ചെയ്യുന്നതിലേക്ക് നമുക്കൊന്ന് ഹിജറ പോകേണ്ടതുണ്ട്. വമിൻ തർക്കിൽ അമലി ഇലൽ അമൽ, നന്മ ചെയ്യാതെ ഒഴിവാക്കുന്നതിൽ നിന്ന് നന്മ ചെയ്യുന്നതിലേക്ക് നമുക്കൊരു ഹിജറ പോകാനുണ്ട്. അതുകൊണ്ട് ഒരു യഥാർത്ഥ മുഹാജിറുകളായി ജീവിക്കാൻ, യഥാർത്ഥ ഹിജറയുടെ പാഠങ്ങൾ ഉൾക്കൊള്ളാൻ, നമുക്ക് ചെയ്യാവുന്ന മേഖലകളിൽ നമ്മൾ പ്രവർത്തിക്കാൻ നമ്മൾ തയ്യാറാവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ, ഇന്നും കോഴിക്കോടിലെ ക്യാൻസറിന് വേണ്ടി കീമോതെറാപ്പി നടന്നുകൊണ്ടിരിക്കുന്ന ആളുകൾ വരെ നമ്മളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. ഇപ്പം നേരത്തെ സൂചിപ്പിച്ചതുപോലെ കോമ സ്റ്റേജിലൂടെ കഴിയുന്നവരെ, അതുപോലെ തന്നെ 2 ആഴ്ചകൾക്ക് മുകളിലായി സ്ട്രോക്ക് വന്ന തലക്ക് സർജറി കഴിഞ്ഞ് ഇപ്പോഴും ട്രീറ്റ്മെന്റിലൂടെ തുടർന്നു കൊണ്ടേയിരിക്കുന്ന, വളരെ മേജർ സാഹചര്യങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ആളുകള്, അള്ളാഹുവേ ഖൈർ നൽകി നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. ഈ പള്ളിക്കകത്ത് പോലും അള്ളാഹുവേ വലിയ വലിയ പ്രയാസങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടി ആളുകൾ ഇരിക്കുന്ന ആളുകളുണ്ട്. അള്ളാഹുവെ എല്ലാം അറിയുന്ന റബ്ബേ ഖൈർ നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. വിട പറഞ്ഞവർക്ക് മഅഫറത്തും മർഹമത്തും നൽകി നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم انصر إخواننا المسلمين في فلسطين. اللهم انصر إخواننا المسلمين المضاعفين المجاهدين في فلسطين وفي رفح وفي عزة. اللهم كن لهم نصيرا ولا تكن عليهم. اللهم ارحم موتاهم واشف مرضاهم وتقبل شهداءهم. اللهم افتح المسجد الأقصى. اللهم لا تسلط علينا من لا يرحمنا. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين. وصلى الله على نبينا محمد وعلى آله وصحبه أجمعين.